പെരി അൽഫാം എങ്ങനെ നമ്മളെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ പോയിട്ട് നമ്മൾ കൊണ്ടോട്ടി ഉള്ളത് യമനി മന്തി കൊണ്ടോട്ടി യമനി നമ്മൾ കീഴ്ശ്ശേരിയിൽ നമ്മളെ മന്തിക്കടയിൽ ചെയ്തിരുന്നു. അതിന്റെ സ്ഥാപനമായിട്ടുള്ള കൊണ്ടോട്ടിയുള്ള ഷോപ്പിലാണ് നമ്മളുള്ളത്. നമ്മളെ കൂടെ ഉള്ളത് കാരണം പേര് സെയ്തലവിക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കാം. അപ്പോൾ സൈദാലിക്ക ഒരു പ്രവാസി കൂടിയാണ്, ഇപ്പൊ നാട്ടിലാണ്. എവിടെ നാട്? ഇവിടെ ഓമാനൂര്. ശരിക്കും എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഗൾഫിൽ, ഖത്തറിൽ. ഈ പെരി പെരി ചിക്കൻ എന്ന് പറയാനുള്ള കാരണം എന്താ? പെരി പെരി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക മുളക് പിന്നെ പൊടിച്ച് വറുത്തിട്ട് പെരി പെരി പറഞ്ഞ മുളക്, അതായത് കുറച്ച് സ്പൈസി ഉണ്ടാവും. അത് വറുത്ത് പൊടിച്ചിട്ട് പ്രത്യേക ഒരു മസാല കൂട്ടിയിട്ട് നമ്മളതിൽ പെരിവിന്റെ മുകളിൽ ആഡ് ചെയ്യണം, ചിക്കൻ്റെ മുകളിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ എടുത്തു, കഴുകി വെച്ച ചിക്കൻ എടുത്തിട്ട് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം 4 പീസാക്കി കട്ട് ചെയ്യുക. അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന് മെറിനിക്ക് ചേർക്കുക. അതിനുള്ള മസാലകൾ നമ്മൾ പ്രത്യേക തരം കൂട്ട് മസാല റെഡിയാക്കുന്നു. അതായത് ചെറിയ ഉള്ളി, പിന്നെ വലിയ ജീരകം, പച്ചമുളക്, ഗരം മസാല, ചുവന്ന മുളക്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിൽ ചേർക്കേണ്ടതായ അതായത് യമനി മന്തിന്റെ ഒരു പ്രത്യേക കൂട്ടുണ്ട്. സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് കൂട്ടുന്നത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് പിന്നെ മറിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അൽഫാമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിനുള്ള ശേഷമുള്ള സംഭവം. യെസ്. ഇനി ഇത് നമ്മൾ പെരിപെരിയിലേക്ക് എങ്ങനെ മാറ്റുന്നു? ഇത് പെരിപെരിയിലേക്ക് മാറ്റുന്നത് ഇത് നമ്മൾ നേരെ കരിയിലേക്ക് വെച്ചിട്ട് ഹാഫ് കുക്ക് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പ്രത്യേക പെരിപെരിൻ്റെ മസാല ഉണ്ട്. അതിൻ്റെ ഇതാണ് പെരിപെരിൻ്റെ മസാല. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതാണ്. മുളക് വറുത്ത് പൊടിച്ച് അതിനേക്കുള്ള മസാല, ഗരം മസാല ഒക്കെ കൂട്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. ഇത് നമ്മൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പെരിപെരി മുളക് എന്ന് പറഞ്ഞ സാധനം ഇതാണ്? അല്ലല്ല, ഇത് പെരിപെരി മുളക് ഇതിൽ കൂട്ടുണ്ട്. അത് കാശ്മീരി ചില്ലി പെരിപെരി മുളകുണ്ട്. അതുപോലെ നല്ല നമ്മളെ കൊടകന്റെ നല്ല എരിവുള്ള കൊടകൻ മുളകുണ്ട്. പിന്നെ വേറെ ഒരു ഉണ്ട മുളകുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇതിൽ പറഞ്ഞ പെരിപെരിന്റെ പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ മുളക് പൊടി അല്ലേ? നമ്മൾ മിക്സ് ചെയ്ത് ഇതാണ് മുളക് പെരി നമ്മൾ പ്രത്യേക മസാല ഉണ്ടാക്കിയതാണ്. ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുക. ഓക്കെ. പാം ഓയിലോ അങ്ങനെയുള്ള മറ്റുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. സൺഫ്ലവർ ഓയിലാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നല്ല സൈസ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യും. യെസ്. നല്ല വൃത്തിയിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളവരാണ് നമ്മൾക്കുള്ളത്. മായങ്ങളില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇവിടെ നല്ല വൃത്തിൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാട്ടോ. ഈ മസാലയിലേക്ക് എങ്ങനെ ചേർക്കും? ആ മസാലയിലേക്ക് നമ്മൾ ഇത് ഹാഫ് കുക്ക് ആയതിന് ശേഷമാണ് ചേർക്കേണ്ടത്. അല്ല ഇപ്പം ചേർക്കലല്ല. അപ്പം നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ കാണാം. ഓക്കെ. നമ്മൾ അൽഫാം തയ്യാറാക്കാൻ പോവാണ്. ഹാഫ് വേവിക്കാനായിട്ട് അൽഫാം ഗ്രില്ല് അവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെക്കുക അല്ലേ? ഓക്കെ. 4 പീസും കറക്റ്റായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര പ്രായമുണ്ട്? എനിക്ക് 55 വയസ്സ്. എത്ര വർഷം ഗൾഫിൽ പ്രവാസിയായിട്ട് ജോലി ചെയ്തു? ഞാൻ 31 വർഷത്തോളം. 31 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും ജോലി എടുക്കാതെ വീട്ടിൽ നിൽക്കാനാവില്ല. എന്ത് ചെയ്യാം, വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എത്ര മക്കളുണ്ട്? എനിക്ക് 4 ആള്, 2 ആണും 2 പെണ്ണും. അടിപൊളി. ആൺകുട്ടികളൊക്കെ ഒരാൾ ഗൾഫിലാണ്, ഒരാൾ ഇവിടെ അക്കൗണ്ടന്റ് ആണ്, ഒമാനൂര്. എടവണപ്പാറ. എന്തായാലും നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റി ഇനി ക്ലോസ് ചെയ്യാം. ഇനി ഗ്രില്ലിലേക്ക് കയറ്റി നമ്മളിത് ക്രോസ് ചെയ്തിട്ട് ഇത് ഇനി കണലിലേക്ക് വെച്ചിട്ട് ഒരു ഹാഫ് വേവാക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. ഇത് ഹാഫ് കുക്ക് ആയതിന് ശേഷം നമ്മൾ ഈ സ്പെഷ്യൽ മസാല ഇതിൻ്റെ മുകളിൽ അടിച്ചിട്ട് പിന്നെ ക്രസ്റ്റഡ് മുളകും അതിലേക്ക് ചേർത്തിട്ട് ആണ് നമ്മൾ പിരിപിരി വേവിച്ച് കൊടുക്കുന്നത്. ഓക്കെ. എന്തായാലും ഹാഫ് വേവ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മളെ ഈ സ്പെഷ്യൽ മസാല പിരിവിരി മസാല ഇതാ ഇങ്ങനെ പുരട്ടി കൊടുക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചു. ഓക്കെ. ബ്രഷ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുറേശ്ശെ കൊടുക്കാം.
ഇത് കൂടുതൽ ആകാൻ പാടില്ല, കാരണം സ്പൈസി കൂടുതലാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുണ്ടാവും. നല്ല സ്പൈസി. അതാണ് ഈ സ്പൈസിയാണ് ഇതിന്റെ പിരിവിരി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കഴിച്ചിട്ട് പിരിവിരി ഇളകണം. അതാണ് നമ്മളെ ബെറ്റർ. അതാണ് പിരിവിരി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പിരിവിരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബില്ല് വരുമ്പോൾ ഒരു സമാധാനമാണ്. അത് വേണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതാണ് നമ്മൾ പിരിവിരി ഇളകുന്ന സാധനം. ഫ്ലേക്സ് ഒക്കെ. അതാണ് കാണാനും ഭംഗിയില്ലേ, നല്ല റെഡ് കളറ്. ഇതിൽ കളർ ചേർക്കുന്നില്ല, ഈ മസാലിൻ്റെ മുളകിൻ്റെ കളർ മാത്രമാണ്. കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ വെച്ച് ബ്രഷ് ചെയ്ത് കൊടുത്ത്. ഇതിൽ ശരിക്കും എത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട്? ഇവിടെ നമുക്കുള്ളത് മെക്സിക്കൻ ഉണ്ട്, പിരിപിരി ഒന്ന്, പിന്നെ മെക്സിക്കന്, അറബിക്ക്, അഫ്ഗാനി. അറബിക്ക് അഫ്ഗാനി എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബി നാട്ടിലുള്ള മസാലകളാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ഗൾഫിൽ 10-30 വർഷത്തോളം നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് ഈ ജോലി ആയിരുന്നു. അപ്പോൾ അതേ മസാലയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അല്ലാതെ ഇന്ത്യൻ മസാല നമ്മൾ അറബിക്കും അഫ്ഗാനിയിലും ചേർക്കുന്നില്ല. ഇതാ നമ്മളെ പിരിപിരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയിട്ടോ. നമ്മളെ ബായിയാണ്. ബായിൻ്റെ വീട് ഇവിടെ? പേര് ഇക്രം. മലയാളം അറിയോ? കുറച്ചറിയാം. വെരി ഗുഡ് മാനാ. നല്ല ആളാ. അടിപൊളിയാണ്. അടിപൊളി. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഒരു പ്രത്യേകത. നമുക്ക് ടേസ്റ്റൊക്കെ നോക്കണം. 4 പീസ്. ഒരു കോഴിയല്ല ഇത് മുഴുവനായിട്ട്? ഒരു കോഴി, 2 ചെസ്റ്റ് പീസ്, 2 ലെഗ് പീസ്. ഇങ്ങനെയാണ് ഒരു ഫുൾ അൽഫാം. ഇങ്ങനെയാണ് ഒരു ഫുൾ അൽഫാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരി പെരി അൽഫാം റെഡി ആയിരിക്കുകയാണ്. നമ്മളെ സൈദാലിക്കയാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഉഷാറായിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയുള്ളൂ. നിങ്ങൾ കഴിച്ചു നോക്കി, നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും കൂടി കഴിക്കണം എന്ന് തോന്നുന്ന സാധനമാണിത്. അതെ. എന്തായാലും അൽഫാം നമുക്ക് ഇനി ടേസ്റ്റ് നോക്കണം. അതിൽ ബാക്കിലുണ്ട്. നമ്മൾ എന്തായാലും പുറത്ത് പോയിട്ട് നമ്മൾ പിന്നെ ടേബിളിൽ ചെന്നതിന് ശേഷം കഴിച്ചു നോക്കണം. ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ഉഷാറായിട്ടുണ്ട്. അടിപൊളി. ഇതുവരെ നമ്മളോട് സഹകരിച്ച സൈദാലിക്ക, ഇനിയും നമ്മൾ വരും. അടുത്തൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഐറ്റംസ് ഞാനും നമ്മളെ ബായി വിക്രമനുമാണ് ഇതിൻ്റെ എല്ലാ പ്ലേറ്റുകളും. ഓക്കെ. മെയിൻ ഷെഫ് ഞാനാണെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ഐറ്റംസ് നമുക്ക് ഗുഡ് ബൈ. അങ്ങനെ നമ്മളെ പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഷാഫിക്കത നമ്മളെ മന്തി കീശേരുന്ന് ചെയ്ത സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായത്. ഇന്ന് കുറച്ച് നേരം വെക്കില്ല അവിടെ വരാനായിട്ട്. ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. എങ്ങനെയുണ്ട് കൊണ്ടോട്ടിയിലെ കച്ചവടം? നല്ല വിഭവങ്ങൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഈ മേശപ്പുറത്ത് കാണുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തി തരാം. കാരണം ഇത് ഒന്ന് പരിചയപ്പെടുത്താൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ പീസ് ഓരോന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫുള്ളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മുഴുവനായിട്ട് നമ്മൾ കഴിക്കൂല. കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി പാർസലാക്കി വീട്ടിൽ കൊണ്ടുവരും. എന്തായാലും ഇതേപോലെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം, തുടങ്ങാം. അപ്പോൾ ഏതായാലും നമ്മൾ പെരിവിരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അത് നമ്മളല്ല, നമ്മൾ കുക്ക്. അപ്പോൾ ഉണ്ടാക്കിയെടുത്ത പെരിവിരിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നേരെ എടുക്കെത്തിയതാണ്. അപ്പം ഇട്ടൊളി ഇത് തന്നെയല്ലേ സ്പെഷ്യൽ? നമ്മളെ പെരിവരി നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് 10 ടൈപ്പ് അൽഫാമുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ കൂടി വെക്കാം. അല്ലേ? അടിപൊളിയാട്ടോ. എന്താ പറയുക, സ്പൈസി ഇക്ക പറഞ്ഞ പോലെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്പൈസി ആവും. അപ്പം അതിൻ്റെ കറക്റ്റായിട്ട് പാകത്തിലുള്ള സ്പൈസിയും കാര്യങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കിയാലോ. അത് കഴിച്ചുകൊണ്ട് നിന്നോ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പെരിപെരി ഇതേപോലെ ഉണ്ട്. ബാക്കിയുള്ളൊക്കെ ഓരോ പീസ് എടുത്തിട്ടുള്ളൂ. ഇതുണ്ടോ എത്ര സാധനങ്ങളില്ലേ. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ്? 10 ടൈപ്പ് അൽഫാമുകളാണ്. ഇത് കാന്താരി, ഹണി ചില്ലി, അതുപോലെ തന്നെ അഫ്ഗാനി. ഇത് ബീഫ്, ഗ്രിൽഡ് ബീഫാണ്. ഗ്രിൽ ചെയ്ത ബീഫ് അല്ലേ? യെസ്. ഇത് അറബിക്ക് അൽഫാം. ഓക്കെ. ഇത് ലഗോൺ ദം ബിരിയാണി, ഒറിജിനൽ കോഴിക്കോടൻ ദം ബിരിയാണി. ഓക്കെ. ഇത് മധുഹൂത്താണ്, ഒരു അറബിക് സ്പെഷ്യൽ. മട്ട മലഹൂത്താണ്. ഇത് ബീഫ് ദം ബിരിയാണി, കോഴിക്കോടൻ ബീഫ് ദം ബിരിയാണി. ഇത് റെഗുലർ കുഴിമന്തി.
റെഗുലർ കുഴിമന്തി സാധാരണ നമ്മളെ അന്ന് അവിടെ കാണിച്ച കീശേരിന്ന് കാണിച്ച ആ സാധനം അടിപൊളി സാധനമാണ്. യമനി കുഴിമന്തി സ്പെഷ്യലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ നല്ല ഫേമസ് സാധനമാണ്. ഇത് നമ്മുടെ ഒരു അറബിക് ഒരു സ്പെഷ്യൽ ഐറ്റം. ഈ സാധനം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ആൾക്കാർ അതെ, ഈ ഒരു പുളി മാത്രം, ഇത് പ്രത്യേകിച്ച് പുറത്ത് വിടാത്ത സാധനമാണ് അല്ലേ, സ്പെഷ്യൽ റെസിപ്പി. അപ്പൊ ഇത്രയും സാധനങ്ങൾ സ്പെഷ്യൽ, ഇനിയും കുറെ ഐറ്റംസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെഷനാണ് അടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പെരി പെരി അൽഫാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിക്കുന്ന രീതി ഓരോരുത്തർക്കും ഒരു രീതി ആയിരിക്കും അല്ലേ. നമ്മൾ നാരങ്ങ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിന് കുറേ ഒരുപാട് സംഭവങ്ങൾ കഴിക്കാണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും പറയാമല്ലോ. പെരി പെരിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം, അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് എന്താ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പും കൂടിയാണ്. പിന്നെ ഇതിൽ അടുത്ത കാന്താരി എടുത്തോ. കാന്താരി എങ്ങനെയുണ്ട്? കാന്താരി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. അതേപോലെ തന്നെ നല്ല എരിവുള്ള സംഭവം. പിന്നെ ഹണി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരമുള്ള ഫ്ലേവർ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഓരോന്നോരോന്ന് ടേസ്റ്റ് നോക്കുക. അറബിക്ക് കഴിച്ചോ. ലാസ്റ്റ് നമുക്ക് ഒന്നായിട്ട് ഇരുന്ന് കഴിക്കാം. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, കുറച്ച് മധുരം കുറഞ്ഞ ലൈറ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അഫ്ഗാനി. എല്ലാ രാജ്യത്തിൻ്റെ പേരിലും ഉണ്ടോ ഒന്ന് എന്നെ തീറ്റിച്ച്. ഇത് അടിപൊളിയാണ്. കാരണം നമ്മൾ എന്താ ദുബായിൽ നിന്നൊക്കെ ഈ അഫ്ഗാനി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റ് കിട്ടും. അതായത് ഒരു സ്പൈസി കുറഞ്ഞിട്ട് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവം. സൂപ്പർ അല്ലേ, പുളി. നെക്സ്റ്റ് വൺ ഓരോന്ന് യെസ്. നമുക്ക് ഇവിടെ തീറ്റ ചലഞ്ച് എടുത്തിയാലോ. ഇതിപ്പോൾ ഒന്നിൻ്റെ ടേസ്റ്റ് അറിയാതെ തുടങ്ങി കേട്ടോ. മട്ടൺ മധുവൂത്ത് മളുവൂട്ട് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ശരിക്കും ഇത് മെയിനായിട്ട് സൗദിയിലല്ലേ? അതെ. ഓക്കെ, ഞാൻ കുറച്ച് തീക്കിടുന്നുണ്ട്. മട്ടൻ്റെ ചെറിയൊരു പീസ്. ഓ, മട്ടനൊക്കെ ഇതാ എല്ലാം ഊരി പോരും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് നേരത്തെ ക്യാമറയിലുണ്ടോ, ഇപ്പൊ ടെസ്റ്ററായി വരുത്താണ്. ഒക്കെ അറബിക് ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്, അറബിക് ടേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ള, ഇവർ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ നമ്മളെ മലപ്പുറത്ത് ഫുഡിന്റെ കാര്യം പയറ്റുന്ന കാര്യം അതായതുകൊണ്ട് നമുക്ക് കോഴിക്കോടൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, ഇതല്ലേ ഇതല്ലേ രണ്ടും കോഴിക്കോട് ബിരിയാണിക്ക് കോഴിക്കോട് തന്നെ. അതെ, ഇത് ബീഫല്ലേ? ഇത് നോക്കാം നമ്മൾ ഏതാന്ന്. ലഗോൺ. ഓക്കെ, യെസ്, ലഗോൺ ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട്? കഴിച്ചില്ലല്ലേ? കഴിച്ചില്ല. 4 റിവ്യൂ തന്നെ ഹോട്ടലിൽ കൊണ്ടുപോയാൽ മതി, അപ്പോൾ തന്നെ തടിയൊക്കെ ക്ലിയർ ആവും. പറയും കോഴിക്കോടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് കഴിക്കൂലേ കോഴിക്കോട് ജില്ലയിൽ പോയിട്ട്, ആ ഒരു ടേസ്റ്റ് കേട്ടോ, അടിപൊളി. അതിൻ്റെ ബീഫ് കുഴപ്പമൊന്നും. ഇനി ബീഫ് മന്തി ഉണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടെ ബിരിയാണി ഉണ്ടൊക്കെയാ സൂപ്പർ അല്ലേ? പറ. ബീഫൊക്കെ നോക്ക്, ഒരു മിനിറ്റ്. സിമ്പിളായിട്ട് അപ്പോൾ വരട്ടോ. നെക്സ്റ്റ് വൺ ബീഫ് ഗ്രിൽഡ് അല്ലേ? ഗ്രിൽഡ് ബീഫ് അല്ലേ, മന്തി റൈസിലേക്കുള്ള. സൂപ്പർ. ഇതാണ് പിന്നെ ഒരു സ്പെഷ്യൽ കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ ചിക്കൻ മന്തി വന്നതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഈ ബീഫ് മന്തി കഴിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഒരു മിനിറ്റ്, എത്ര ജ്യൂസി ആയിട്ടാണ് നിൽക്കുന്നുണ്ടോ. ഓക്കെ, ഞാൻ ബിരിയാണി കൂട്ടി കഴിക്കാതിരും. കൊള്ളാം. നെക്സ്റ്റ് നമ്മളെ സാധാ മന്തിയോ, നമ്മൾ കീശേർന്ന് ചെയ്ത സാധനം കുഴിമന്തി. ഇത് ഒറിജിനൽ കുഴിമന്തി കേട്ടോ. ഇവരുടെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴി എടുത്തിട്ടാണ് മന്തി. ഇതാണ് നിങ്ങൾ പേരിൽ വരുമ്പോൾ സ്പെഷ്യലായിട്ട് വരുന്നത്. ഓക്കെ, ചിക്കൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കാം. ഉള്ളു ചിക്കന് അടിപൊളി. വായിലൊക്കെ വെച്ചപ്പോൾ തന്നെ ആ ടേസ്റ്റ് വരാനുണ്ട് കേട്ടോ. സൂപ്പർ. ഞങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാണ്ടോ നോക്കട്ടെ. അതിൽ അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാൻ വരാം, എന്നിട്ട് തീറ്റാം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് തന്നെ അത് കഴിക്കാനില്ല, അത് കഴിക്കാൻ ആദ്യം. പിരി എങ്ങനെയുണ്ട്? ബെസ്റ്റാണ്, സൂപ്പർ. ഇനി അടുത്തത് ഏറ്റവും ഇഷ്ടത്തില് ഹണി ചിക്കനാണ്.
അതാകുമ്പോൾ കുറച്ച് മധുരവും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. ഇതിലെല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഹണി, അതായത് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഹണി, പിന്നെ കുറച്ച് എരിവാണെങ്കിൽ പെരി പെരി, അതിനേക്കാളും എരിവാണെങ്കിൽ കാന്താരി, പിന്നെ നമുക്ക് അറബിക് സ്റ്റൈൽ എരിവൊന്നും ഇല്ലാതെ നോർമൽ ആ ഒരു ഇതാണെങ്കിൽ അറബിക് അഫ്ഗാനി, അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുന്നത് അത് തന്നെ. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഫുള്ളായിട്ട് തീർക്കട്ടെ. അതിന് മുമ്പ് പറയാനുള്ളത് വെച്ചാൽ വീഡിയോ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടോട്ടിയിലെ യമനി മന്തിയിലുണ്ട്. കീശ്ശേരിയിലാണെങ്കിൽ കീശ്ശേരി ബാലത്തപ്പുറ ഉണ്ട്. കൊണ്ടോട്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതെ നമ്മൾ കുറുപ്പത്ത് എത്തുന്നതിൻ്റെ അടുത്തായിട്ട് വരുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കും ഇവിടെ കയറാം. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹോട്ടൽസും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. മെയിനായിട്ട് നമ്മളെ പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർക്ക് വിളിക്കാവുന്നതാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ഷാഫിക്കാരോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പ്രിപ്പറേഷൻ എങ്ങനെ കാണണം, കാരണം ആൾക്കാർക്ക് കാണുമ്പോഴും ഇതെങ്ങനെ മനസ്സിലാണല്ലോ. അതായത് നമ്മൾ സാധാരണ ചെയ്യലെന്താ, ഇവിടെ നിന്നിട്ട് നമ്മൾ ഫുഡല്ല പരിചയപ്പെടുക, നമുക്ക് അടുക്കള കണ്ടതിന് ശേഷം അവിടെ കുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് പരിചയപ്പെടും. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.